ഹലോ ഫ്രണ്ട്സ്, നമസ്കാരമുണ്ട്. ഞാൻ അറിയാലോ ആരാണെന്ന്. ശാന്തകുമാരി കുവൈറ്റായിരുന്നു, ഇപ്പോൾ കുവൈറ്റല്ല, ഇപ്പോൾ ശാന്തകുമാരി ഇന്ത്യയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും സമ്പാദിക്കുന്ന കാലത്ത് അവനവൻ്റെ ചെലവിന് ഇല്ലെങ്കിൽ അവനവന് എന്ന് 10 രൂപ കരുതി വെക്കണം. കാരണം ജീവിതത്തിൽ ഞാൻ ഒരുപാട് പഠിച്ച ഒരു പാഠമുണ്ട്. പണമില്ലെങ്കിൽ നമ്മളൊന്നുമില്ല ഈ ഭൂമിയിൽ നിന്ന്. പണമാണ് ഇന്നത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലുത്. ഈ ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മൾക്കൊരു തെറ്റ് പറ്റുന്നത് എവിടെയാണെന്നറിയുമോ? നമ്മൾ വിചാരിക്കും നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ പിന്നാലെ ഉണ്ടാകുക എന്നുള്ളത്. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നതും പറ്റിക്കുന്നതും. അങ്ങനെ ഒരു പറ്റിക്കലിൽ പെട്ട ഒരാളാണ് ഞാൻ. ഇന്നെനിക്ക് ഇരിക്കാൻ വീടില്ല, ഇടാൻ ഡ്രസ്സില്ല, ഇരിക്കാൻ വീടില്ല. ഞാനും എൻ്റെ മകനും ഇന്ന് വീടില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ട ഒരു ഗതികേടാണ്. അതിലെൻ്റെ സങ്കടങ്ങൾ കണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എനിക്ക് അഭയം തന്ന്. ഞാനിന്ന് ആ കൂട്ടുകാരിൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജീവിക്കുമ്പോൾ പൈസ സമ്പാദിക്കുന്ന കാലത്ത് 10 രൂപ എവിടെയെങ്കിലും സേവിച്ച് വെച്ച് നമുക്ക് ഇരിക്കാനൊരു കുഞ്ഞു വീടാണെങ്കിലും അത് നമ്മൾക്ക് വേണം എന്നുള്ള ഒരു പാഠവും കൂടി ഞാൻ പഠിച്ചു. മക്കൾ, ഭർത്താവ്, സ്വന്തം ബന്ധം ഈ ലോകത്തിൽ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരും എല്ലാവരും, ഞാൻ പഠിച്ച പാഠം നിങ്ങൾക്ക് എൻ്റെ അനുഭവമാണ് ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കാരണം ഞാൻ കുവൈറ്റിലിരിക്കുന്ന സമയത്ത് ഒരുപാട് ഞാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ ഇന്ന് എനിക്ക് അവർ ചോദിച്ച പൈസ കൊടുക്കാൻ ഇന്ന് എൻ്റെ അവസ്ഥ ഇവിടെ ഈ കേരളത്തിൽ ഞാൻ ജീവിക്കുന്നത്, എൻ്റെ അവസ്ഥ അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് പറഞ്ഞതിന് അന്ന് ഞാൻ സഹായിച്ച ആൾക്കാർ മുഴുവൻ ഇന്ന് തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ പഠിച്ചതുപോലെ എനിക്കൊരു അബദ്ധം പറ്റിയതുപോലെ ആർക്കും ഒരു അബദ്ധം പറ്റരുത്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. കാരണം നമ്മൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ വിചാരിക്കും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളുടെ ആട്ടുകെട്ടിലിട്ട് ആട്ടുന്ന, അത് വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇനി ഞാൻ കരയുന്നത് പോലെ നിങ്ങളാരും കരയാതിരിക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ഞാൻ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. എന്നെപ്പോലെ ആ ഒരു ചിന്ത വരാതിരിക്കണമെങ്കിൽ സമ്പാദിക്കുന്ന സമയത്ത് അവനവനൊരു വീട്, അവനവന് 10 രൂപ ബാങ്കിൽ, ഇതെല്ലാം കരുതി വയ്ക്കണം. ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു വിഡ്ഢിയാണ് ഇന്ന് ഞാൻ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനാണ്. ആ വിഡ്ഢിയാണെന്ന് പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. കാരണം ഞാൻ ഈ ഭൂമി, അവരാണ് ലോകം എന്നൊക്കെ ചിന്തിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഇന്ന് ഞാൻ അത് പറഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പോൾ ആരും എന്നെപ്പോലെ വിഡ്ഢിയാകരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും പ്രവാസികൾ പ്രത്യേകിച്ച് ഒന്ന് ചിന്തിച്ച് പൈസ കരുതണം. ഭർത്താവ് ഭാര്യയ്ക്ക്, ഭാര്യ ഭർത്താവിന്, മക്കൾ അപ്പനും അമ്മയ്ക്ക്, അപ്പനും അമ്മ മക്കൾക്ക് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനുണ്ടെങ്കിൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾക്കുണ്ടാകും സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഗുഡ് നൈറ്റ്. ഉമ്മ.